കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കുന്നതിനെതിരെയാണ് സെക്രട്ടേറിയറ്റിലെ ഭരണ പ്രതിപക്ഷ സംഘടനകൾ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയത്. അർഹമായ പ്രൊമോഷൻ നഷ്ടമാകുമെന്നതുൾപ്പെടെയുള്ള പരാതികൾ ജീവനക്കാർ ഉന്നയിച്ചു. എന്നാൽ ഭരണ നവീകരണത്തിന് വേണ്ടിയാണ് KAS രൂപീകരിക്കുന്നതെന്നും തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകാനാകില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. പരാതികൾ പരിഗണിച്ച് ഘട്ടം ഘട്ടമായി മാത്രമേ KAS നടപ്പിലാക്കൂ എന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. ഇതോടെയാണ് സമരത്തിലേക്ക് പോകാൻ UDF അനുകൂല സംഘടനകൾ തീരുമാനിച്ചത്. മുഖ്യമന്ത്രി ഞങ്ങളുടെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട്, സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യത്തെ അവഗണിച്ചുകൊണ്ട്, പൊതു താൽപ്പര്യത്തെ മറന്നുകൊണ്ട്, ഇവിടുത്തെ ജീവനക്കാരെ മൊത്തം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഏകപക്ഷീയമായി പോകുന്ന ഈ നിലപാടിനെതിരെ ഞങ്ങൾ തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് ജീവനക്കാർ കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കുകയാണ്. അതേസമയം സമരത്തിനിറങ്ങാതെ സർക്കാരുമായി ചർച്ച തുടരാനാണ് ഭരണപക്ഷ സംഘടനകളുടെ തീരുമാനം. ഇതിനെ സംബന്ധിച്ചുള്ള സർക്കാരിനുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെക്രട്ടറി ജീവനക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കകൾ, വൈഷമ്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ അത് ഏത് തരത്തിലാണെങ്കിലും പരിഹരിക്കാനുള്ള സന്നദ്ധത അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതിലേക്ക് സർക്കാരുമായിട്ടുള്ള ഏത് നിലയ്ക്കുള്ള ചർച്ചയ്ക്കുള്ള സാധ്യത തേടുകയാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പോംവഴി. സെക്രട്ടേറിയറ്റിലെ ധനകാര്യം, പൊതുഭരണം ഉൾപ്പെടെ 30 വകുപ്പുകളിലാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.